ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, റിവ്യൂ പറയുന്നതോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഇത് ഒരു ഫ്രൈഡേ ഞങ്ങൾ ഇതിന് വെറുതെ ഇരുന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പെട്ടെന്നുള്ള പ്ലാനിൽ അങ്ങ് പോയതാണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കൾച്ചർ സെൻറ്റർ കേട്ടോ. നമ്മുടെ സാൽമിയെ തന്നെ ഉള്ള ബാഗ്ദാദ് സ്ട്രീറ്റിലുള്ള സ്ഥലമാണിത്. അപ്പം നമുക്കിവിടെ ഇഷ്ടംപോലെ കാണാനും കുട്ടികൾക്കൊക്കെ പഠിക്കാനും ഒക്കെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൽ കുറേ സെക്ഷനായിട്ടൊക്കെ ഇങ്ങനെ തിരിച്ച് ഒത്തിരി സമയം നമുക്ക് എടുക്കും അതിനകത്ത് കണ്ടിറങ്ങാനായിട്ട്. അപ്പം നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ബേസ്മെൻറ്റിലാണ് കേട്ടോ വണ്ടി പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലം. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ നേരെ അകത്തേക്ക് കയറി പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ ബേസ്മെൻറ്റിലോട്ട് പോകാൻ കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിലുണ്ടാകത്തില്ലേ സയൻസ് പാർക്ക് അല്ലെങ്കിൽ എക്സിബിഷൻ, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതിനകത്തെ. അപ്പം കുട്ടികളൊക്കെ ടൂറിനൊക്കെ കൊണ്ടുപോകുന്നതും ഒക്കെ ഇവിടെയാണ്, സ്കൂളുകളിൽ നിന്നൊക്കെ. അപ്പം നമ്മൾ ബേസ്മെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ലിഫ്റ്റ് കയറി അങ്ങ് പോവുകയാണ് മുകളിലോട്ടെ. അപ്പോൾ ഈ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നിട്ടാണ് നമുക്ക് എല്ലാ സെക്ഷനിലോട്ടും പോകേണ്ടത്. അതിന് ഇതൊരു 6 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ സെക്ഷൻ ഞങ്ങൾ പോയത് ഒരു അറബിക് ഇസ്ലാമിക് സയൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലോട്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പോയത് സ്പേസിൽ. പിന്നെ മൂന്നാമത് പോയത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റോബോട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷനായിരുന്നേ. പിന്നെ അവർ എർത്ത് എന്ന് പറഞ്ഞൊരു സെക്ഷൻ. പിന്നെ അവർ എക്കോസിസ്റ്റം. അതിൽ ഹ്യൂമൻ ബോഡി എന്നുള്ള സെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കത് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ആ സെക്ഷൻ മൊത്തത്തിൽ ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത് അവിടെ. ഇത് അനുസരിച്ച് വേണം നമുക്ക് ഇഷ്ടമുള്ള സെക്ഷനിൽ കയറാം. എല്ലാ സെക്ഷനിലും നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ ഒരു സെക്ഷനിലോട്ട് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അവിടെ എനിക്ക് തോന്നുന്ന ടിക്കറ്റിന് 2 ഗഡിയായിരുന്നേ. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ഗഡിയാണ്. അഡൽട്ടിൻ്റെ ടിക്കറ്റിന് 3 ഗഡിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്താൽ നമുക്ക് ഈ ഒരൊറ്റ ടിക്കറ്റ് കൊണ്ട് തന്നെ ഈ 6 സെക്ഷനിലോട്ടും പോകാവേ. ഇനി നമ്മൾ ഏത് സെക്ഷനിൽ കയറിയാലും നമുക്ക് അവിടെ വെച്ച് ടിക്കറ്റ് കാണിക്കണം കേട്ടോ. കാണിക്കുകയും ചെയ്യണം. നമ്മുടെ ബാഗെല്ലാം സ്കാനിങ് മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ചെന്നത് അറബിക് ഇസ്ലാമിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പം അവിടെയാണെങ്കിൽ എന്താണ് നമ്മൾ ഫസ്റ്റ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നോട്ടുകളും കാര്യങ്ങളും അവിടെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ അറബിക്ക് സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല നോട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒന്നും മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ല സമയം എടുത്ത് അവിടെയൊക്കെ നിന്ന് വായിച്ചൊക്കെ നോക്കി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ കയറി ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ സ്പേസിൻ്റെയൊക്കെ 1-2 ഫോട്ടോസൊക്കെ പുറത്ത് കണ്ടിട്ടാണ് കയറിയത്. അതുകൊണ്ട് അവന് എന്നോട് ചോദിക്കുമായിരുന്നു, എവിടെയാ, ഇതാണോ സ്പേസ് എവിടെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എൻ്റെ പുറകെ. അപ്പം ഈ അറബിക് ഇസ്ലാമിക് സയൻസ് മ്യൂസിയത്തിൽ കാണിക്കുന്നത് അതായത് 8-ാം നൂറ്റാണ്ട് തൊട്ട് 14-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്ലാമിക് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അവർ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് ആർട്ടിലും സയൻസിലും ഒക്കെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ അവർ കൂടുതലായിട്ടും കാണിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ അതായത് അറബിക് പണ്ഡിതന്മാരുടെയൊക്കെ സംഭാവനകളൊക്കെ എന്തൊക്കെയായിരുന്നു, അവരെന്തിനെക്കുറിച്ചൊക്കെയാണ് അവർ കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അവർ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, മ്യൂസിക്കലിൻ്റെ സാധനങ്ങൾ. പിന്നെ ഞങ്ങളിതാണ്ട് കണ്ടോ, ഇതിനകത്തൊരാൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. പക്ഷെ അതെനിക്ക് തോന്നുന്ന ഒരു വീഡിയോ വെച്ചിട്ടോ എന്തോ ഒരു സംഭവം വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അതെല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് ഇഷ്ടംപോലെ നമുക്ക് വായിക്കാനും കാണാനും. അവരിങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ കമ്പ്യൂട്ടർ പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. നമുക്കതിൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കാണിക്കും എന്താണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിലും അറബിക്കിലും ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബുക്കുകളുടെയൊക്കെ ഇങ്ങനെ ഒരു സെക്ഷൻ ഇങ്ങനെ ആർട്ടിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് ഒറിജിനൽ ബുക്കുകളൊന്നും ആയിരുന്നില്ല, അതൊക്കെ ഒരു ആർട്ടിലാണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുകയാണത്.
പിന്നെ പിന്നെ നമ്മളിങ്ങനെ കുറേ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് പോവായിരുന്നേ. അതിപ്പം നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് ചെല്ലണം. അപ്പം ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ കളിക്കുന്ന സാധനങ്ങൾ, അതായത് അവിടെയുള്ള ആ ഇതിൽ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ബിൽഡിങ് നമുക്ക് ബ്ലോക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യക്കാണെങ്കിൽ ഈ ബ്ലോക്സും ബിൽഡിംഗ് ബ്ലോക്സും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അവൻ അതൊക്കെയായിരുന്നു പരിപാടികളെ. അവനതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ആ ബിൽഡിങ്ങിൻ്റെ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നേ. അതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ഒരുപാട് ഗെയിംസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ പോയിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഇതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇതൊക്കെ വായിച്ച് നോക്കി ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ മോൾ വശത്താണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇത് താഴെ നിന്നുള്ള വ്യൂ ആണ്. അപ്പം എങ്ങനെയാണ് താഴോട്ട്, അതായത് ഇവർ പണ്ഡിതന്മാർ, ഈ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ മാപ്പിനെ കുറിച്ച്, അതായത് നമ്മൾ ആകാശത്തിൽ നിന്ന് എങ്ങനെയാണ് ഭൂമി കാണുന്നത്, പിന്നെ ഭൂമിയിൽ നിന്ന് ആകാശത്തിലോട്ടുള്ള ദൂരം എങ്ങനെയാണ് അളക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ കുറേ സ്റ്റഡികളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ അവർ മെയിനായിട്ട് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആസ്ട്രോലാബ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ആസ്ട്രോലാബ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് അവർ പറയുന്നത് ഉപകരണങ്ങളെക്കുറിച്ച്, അതായത് ഓരോ ഉപകരണങ്ങൾ അവർ കണ്ടുപിടിച്ച ഉപകരണങ്ങളെ തന്നെ വീണ്ടും ഒന്നും കൂടെ അവർ അവരുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. മാപ്പ് പോലെ ഇതുണ്ടോ, ഇതിൽ ഞെക്കുവാണെങ്കിൽ ഇതുപോലെ TV ഒരു സ്ക്രീൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. ആ സ്ക്രീനിൽ നോക്കിയിട്ട് നമ്മൾ മാപ്പൊക്കെ കണ്ടുപിടിക്കത്തില്ലേ, അതുപോലുള്ള കുറേ സെക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം കപ്പൽ യാത്രയിൽ വഴിയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സാധനം നമുക്കവിടെ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ, കപ്പൽ യാത്രയിൽ. പിന്നെ ഗിബ്ല ദിശ എന്ന് പറയും. ഗിബ്ല ദിശ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിശയിലോട്ട് നോക്കി നിന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ഒരു ദിശ കണ്ടുപിടിക്കാനുള്ള ഒരു സാധനം എല്ലാം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ എല്ലാം കുറച്ച് ആർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ കുറേയൊക്കെ വായിച്ചൊക്കെ നോക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയേ. അപ്പം അവരുടേതായിട്ടുള്ള അറബിക്കിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, മുകളിൽ നിന്ന് നമ്മുടെ താഴോട്ടേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് അവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അവർ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ വായിക്കാവുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് ഒരു റൂമിനകത്തോട്ട് കുറേ ഒരു വലിയൊരു വലിയൊരു സ്ക്രീനാണ് നടുക്കിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് അവിടെ കുറേ കാർഡ്സ് പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ് എടുത്ത് അതിൻ്റെ ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അതിൽ എഴുതി കാണിക്കുവേ. അപ്പം ആ ഓരോ കാർഡിനും ഓരോ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യക്കുട്ടനാണെങ്കിൽ ഏതൊക്കെയോ കാർഡൊക്കെ എടുത്ത് അതൊക്കെ ഓപ്പൺ ആക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ ചുമ്മാതെ കളിക്കുകയായിരുന്നു കേട്ടോ. കാരണം അവൻ വായിച്ചൊന്നും നോക്കുന്നൊന്നുമില്ല, ചുമ്മാതെ അതിനകത്ത് ആ കാർഡ് വെച്ച് കഴിയുമ്പം അതൊരു രസമാണല്ലോ. ആ കളറൊക്കെ മാറി വേറൊരു സെക്ഷൻ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നു. അപ്പോൾ അവൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു അവന്. അപ്പോൾ അവൻ എല്ലാ കാർഡും മാറ്റിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ട് സൈഡിൽ നിന്നും അത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഒരു വാച്ച് അവിടെ കണ്ടേ. വാച്ച്, പിന്നെ ഒരു ടെലിസ്കോപ്പ്, ഒരു മൈക്രോസ്കോപ്പ് ഒക്കെ അവിടെ ഇങ്ങനെ ഒരു ഇതിലിരിക്കുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഇതെന്താണെന്ന് അറിയാം, ഒരു കല്ലങ്ങാണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ പെബിൾസ് ഇല്ലേ, അങ്ങനത്തെ എന്തോ സാധനമായിരുന്നേ. അപ്പം ഇതായിരുന്നു ആ കാർഡ് കേട്ടോ. ഈ കാർഡ് അവിടെ കാണുന്ന ആ വൈറ്റ് കളറുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് വെച്ച് കഴിയുമ്പോൾ ആ കാർഡിലുള്ള ഡീറ്റെയിൽസാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഞങ്ങളൊരു കാർഡ് എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഒപ്താൽമോളജി എന്ന് പറയുന്ന ഒരു കാർഡാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പം കണ്ണിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ സെക്ഷനിലോട്ട് നമുക്ക് ഓപ്പൺ ആക്കി പോകണമെങ്കിൽ നമുക്കതിൽ ഞെക്കിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി കാണിക്കും. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുമേ. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാർഡുകളുണ്ടായിരുന്നേ. ഇപ്പോൾ എനർജി എന്ന് പറഞ്ഞൊരു കാർഡ്, ജിയോഗ്രഫി, അങ്ങനെ ഓരോ സെക്ഷനെ കുറിച്ചുമുള്ള കാർഡുകളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം
ഒരു ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂം ഞങ്ങൾ കണ്ട്. അപ്പം നമുക്ക് അവിടെ ഓപ്പൺ ആക്കിയിട്ട് കയറാം. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി നോക്കി കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഇക്കയുടെയൊക്കെ ഷോറൂമിലൊക്കെ ചെന്ന് കഴിയാൻ നേരത്ത് ഉള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം കുറേ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയ പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പുസ്തകങ്ങളാണ്, മൊത്തം പുസ്തകങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യക്കൂട്ടനാണെങ്കിൽ അവിടുത്തെ സ്റ്റഡി ടേബിളിലൊക്കെ ഇരുന്ന് നോക്കുകയും പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ കളിയാക്കുമായിരുന്നു കേട്ടോ. വീട്ടിലുള്ളപ്പോൾ പഠിക്കരുതേ, പുറത്തിറങ്ങി കഴിഞ്ഞാലേ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് അകത്തോട്ടേക്ക് ഒരു സ്റ്റെപ്പും കൂടെ അകത്തോട്ടേക്ക് ചെന്നപ്പം അവിടെ ആണെങ്കിൽ ഒരു ടെൻറ്റും കുട്ടികൾക്കൊക്കെ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികളുടെ ടെൻറ്റും പിന്നെ ഒരു കുതിരയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ നഴ്സറിയിലൊക്കെ കാണത്തില്ലേ, അതുപോലെ ഒരു കുതിര ഉണ്ടായിരുന്നേ. അപ്പോൾ അവൻ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഓടിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അവന് കുറേ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ അവൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. സ്പേസ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സ്പേസിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ ഞങ്ങളോട് സ്റ്റാർട്ടിങ് തൊട്ടേ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അറിയാതെയാണ് കേട്ടോ ആദ്യം മറ്റേ സ്ഥലത്ത് കയറിയത് കേട്ടോ. അപ്പം സ്പേസിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം സ്പേസിൽ ഇവിടെ മെയിനായിട്ടും കാണിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ജസ്റ്റ് ഫ്ലൈറ്റുകളും കുറേ ഗെയിംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതും ഒരു ഗെയിമാണ്. ഇതിൽ നമ്മൾ നന്നായിട്ട് കറക്കി കഴിയാൻ നേരത്ത് നന്നായിട്ട് പ്രഷർ കൊടുത്ത് കറക്കി കഴിയുമ്പോൾ അതിലൊരു കളർ കാണിച്ചിരിക്കുന്നതുണ്ടോ, ഗ്രീനും യെല്ലോയും റെഡും, അങ്ങനെ ഗ്രീനും ഓറഞ്ചും റെഡും. അപ്പം നമ്മൾ നല്ല പ്രഷർ കൊടുത്തത് കറക്കുവാണെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന റോക്കറ്റ് മുകളിലോട്ട് പോവേ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും നല്ല ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ലോണം ബുദ്ധിമുട്ടിയാണത് കറക്കിയത് കേട്ടോ. അപ്പം റെഡിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ആൻഡ്രിയ ചേട്ടൻ്റെ അത് റോക്കറ്റ് ആൻഡ്രിയ ചേട്ടൻ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ആദിക്കുട്ടനും മനിച്ചേട്ടനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മനിച്ചേട്ടൻ്റെയും പോയിട്ടുണ്ട്, ഇനി ആദിക്കുട്ടൻ്റെയും പോയിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഒറ്റ കൈ കൊണ്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ 2 കൈയൊക്കെ ഉപയോഗിച്ച് ഒരു വിധത്തിൽ റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സ്പേസിൻ്റെ ഏരിയയിൽ അവർ മെയിനായിട്ട് തിരിച്ചിരിക്കുന്നത് അതായത് സ്പേസ് എക്സ്പ്ലോറേഷനെ കുറിച്ചും പിന്നെ സ്പേസിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച്, സോളാർ സിസ്റ്റത്തിനെ കുറിച്ചുമാണ് കേട്ടോ അവർ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് തരത്തിലുള്ള ഗെയിംസും സാധനങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നേ. അപ്പം എനിക്ക് ശരിക്കും ഇതെന്ത് ഗെയിമാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അവരെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് അവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആ കളിയെല്ലാം നിർത്തിയിട്ട് ഇവർ നേരെ അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. അപ്പം അവിടെ എല്ലായിടത്തും നമുക്കിങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഗെയിം ചെയ്യാവേ. അപ്പോൾ ഇവന് അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഡ്രൈവ് എ റോബോട്ട് ഓൺ മാർസ് എന്നാണ്. അതായത് മാർസിൽ ഒരു വണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് അവിടെ നിന്ന് വീണ്ടും ഒരു ഫുൾ ഫ്ലോർ മൊത്തത്തിൽ കണ്ടിട്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വഴി ഇറങ്ങി പുറത്തോട്ട് പോകേണ്ടത് കേട്ടോ. പിന്നെ ഒത്തിരി നമുക്ക് കാണാനുണ്ട്. അപ്പം അടുത്തത് ഞങ്ങൾ നോക്കിയപ്പം ഒരു റോബോട്ടാണ്, ഒരു ഇരിക്കുന്ന ഒരു റോബോട്ടിനെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അതിനകത്ത് സ്ക്രീന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇമാജിങ് ഔട്ട്സൈഡ് സ്പേസ് ക്രാഫ്റ്റ് അതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സ്പേസ് ക്രാഫ്റ്റിലുള്ള ഇമേജസ് ഒക്കെ എടുക്കുന്ന അതിൻ്റെ ഒരു ഇതിനെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ എല്ലാം വായിച്ച് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് വീണ്ടും കറങ്ങി
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്പേസിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനടുത്തായിട്ട് തന്നെ നമ്മൾ ഈ നമ്മുടെ ഉപഗ്രഹമൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എങ്ങനെയാണ് ഇതൊക്കെ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ആ വിക്ഷേപിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ പോയിൻറ്റിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ. അപ്പം നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് ഒറിജിനൽ അല്ല, ഇതിൻ്റെ അവർ ആർട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതിനകത്ത്, അതായത് സ്പേസിനകത്ത് ഉണ്ടാകുന്ന അതിൻ്റെ രൂപത്തിൽ, അതിൻ്റെ മോഡലിൽ ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പം സ്പേസിൽ പോകുന്നവർ ഇങ്ങനെയാണ് ഇരുന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് റോക്കറ്റ് വിടുന്നതിൻ്റെ ഒരു വീഡിയോ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഓരോ സെക്ഷനിലോട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി പോവാണ്. അപ്പം സ്പേസിൽ എങ്ങനെയാണ് ഡാറ്റയും ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതിൽ മെയിനായിട്ടും ഈ സ്പേസ് മ്യൂസിയത്തിനും മെയിനായിട്ട് അവർ കാണിക്കുന്നത് സ്പേസ് എക്സ്പ്ലോറേഷനും സോളാർ സിസ്റ്റത്തിനെ കുറിച്ചുമാണ് അവർ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സ്പേസിൽ പോകുന്നവർ ഇത് ഇങ്ങനെ ഇരുന്നിട്ടാണ് അവർ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ടിങ്ങനെ പോയ സമയത്ത് കണ്ടത് നമ്മുടെ ആകാശത്തിൻ്റെ ഒരു ഭൂമിയുടെ ഒരു വ്യൂ ആണ്. വ്യൂ ഒക്കെ അത് പല സ്ക്രീനിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വായിച്ച് അതിനകത്ത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം സ്പേസിലൊക്കെ പോകുന്നവരൊക്കെ അവർ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ്, അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ അവരുടെ ഡ്രസ്സ്, അതൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് അവർ അവിടെ നിന്ന് ധരിക്കുന്ന ഡ്രസ്സുകൾ. പിന്നെ നമുക്കുള്ളത് കാണാനുള്ളത് അവർ യൂസ് ചെയ്യുന്ന, അവർ ആ ജോലി ചെയ്യുന്ന സമയത്ത്, അവിടെ ജോലി ചെയ്യുന്ന സമയത്തും പിന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സാധനമാണിത്. ഇത് ഒരു ബൈക്ക് ഉണ്ടാവും അവർക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അവർക്ക് എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ വെച്ച് അവർക്ക് ബഹിരാകാശത്തുള്ളവർക്ക് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവരുടെ മസിൽ മാസും ബോൺ ഡെൻസിറ്റിയും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ട്രെഡ്മില്ല്, ഇതാണ് അവർ ഉപയോഗിക്കുന്ന ട്രെഡ്മില്ല് കേട്ടോ. ഇത് ബൈക്കാണ്. അപ്പം ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് അവർ വർക്കൗട്ട് ചെയ്യാറുണ്ടെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ട്രെഡ്മില്ല്, അതുപോലെ ഇതാണ്ട് എക്സസൈസിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് അവരവിടെ ഇങ്ങനെ എഴുതി നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഇവിടെ എന്തോ ഉണ്ടൊരു ഗെയിം പോലെ എന്തോ സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. ഓക്സിജൻ ഉണ്ടാക്കലോ എനർജി ഉണ്ടാക്കുന്നതോ എന്തൊക്കെയോ സംഭവമാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് വിട്ടുപോയി കേട്ടോ. പിന്നെ അടുത്ത ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ബഹിരാകാശത്ത് ചെന്ന് കഴിഞ്ഞിട്ടുള്ള അവരവിടെ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റുകൾ, പിന്നെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റാണിത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കുറേ ഫോട്ടോസും അങ്ങനെയെല്ലാം അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഒരു ബാഗ്, അതിനകത്ത് എന്തൊക്കെയാണ് അവർ കൊണ്ടുപോവുക, എന്ത് ടൈപ്പ് ഫുഡുകളാണ് അവർ കൊണ്ടുപോവുക, പിന്നെ അവരെങ്ങനെയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നടക്കുക, അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഇത് അവിടെ ഒരു എന്താ പറയുക, ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ അവിടെ ജസ്റ്റ് പാസ് ചെയ്ത സമയത്ത് ഞങ്ങളെ അവിടെ കാണാൻ പറ്റി കേട്ടോ. അപ്പം ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആദ്യം എൻ്റെ ചേട്ടനും കൂടെ അതിൽ കൂടുതൽ എന്തൊക്കെയോ സംഭവങ്ങൾ അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇനി നമുക്കതിനകത്തുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയേ. ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ബഹിരാകാശത്തോട്ട് പോകുന്ന വാഹനങ്ങളും
പിന്നെ ഉപഗ്രഹങ്ങളും അതിൻ്റെയൊക്കെ മാതൃകയൊക്കെ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയപ്പം ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ ബോർഡായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഹെഡ്സെറ്റ് പോലൊരു സാധനമാണ് കേട്ടോ, അതെടുത്ത് നമ്മൾ ചെവി വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാൻ പറ്റുമേ. അപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്, അറബിക്കാണെങ്കിൽ അറബിക്ക്, 2 ലാംഗ്വേജിലും നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഓരോന്നിൻ്റെ അടുത്തോട്ടും പോയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം എന്താണ് ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഇങ്ങനെ കേട്ട് നോക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പഠിത്തമൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ വെച്ച് വിട്ട പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് കാണുമ്പോൾ പുതിയതായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും അതുപോലെ തന്നെ കുറേ ഗെയിം പോലുള്ള എന്തൊക്കെയോ സംഭവം നമ്മളവിടെ കറക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ് ചെയ്യാനുള്ള ഏതെങ്കിലും സ്വിച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് അതിൻ്റെ തിയറി എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഇതിലും ഈ പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാവരും കൂടെ ഇരുന്ന് റെഡ് ബട്ടണിലും ഗ്രീൻ ബട്ടണിലും ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രഷർ എങ്ങാണ്ട് 440 എങ്ങാണ്ട് ആകുമ്പോഴാണ് ഇതിൻ്റെ അത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞെക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ 440 ആയതുകൊണ്ട് അപ്പോൾ എന്തൊക്കെയോ അതിൽ ലൈറ്റൊക്കെ ചേഞ്ച് ആവും, അങ്ങനെ എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ ചുമ്മാതെ അവരെന്താ ചെയ്യുന്നത് നോക്കി അതും നോക്കി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും ഇരുന്ന് കളിയാണ് അതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാണ് കേട്ടോ. മുന്നോട്ട് പോയ സമയത്ത് അവിടെ ഇതുപോലെ തന്നെ ഇത് മുകളിലുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അതിൻ്റെ മുകളിലേക്കുള്ള വ്യൂ ആണ്. ഇപ്പോൾ ആകാശത്തിലുള്ള ഉപഗ്രഹങ്ങളും അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഗെയിമായിരുന്നേ. ഇത് നമുക്ക് 2 കൈ ഉപയോഗിച്ചിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് അതിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ കൈ കാണിക്കുമ്പം ആ ഗെയിം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും കേട്ടോ. അപ്പം അതിൽ കുറേ ടൂൾസ് വരും. അപ്പം എങ്ങനെയാണ് വിദേശത്ത് നിന്നാണ് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ, ഇപ്പം എല്ലാ സാധനങ്ങളും ഇങ്ങനെ പറന്ന് നടക്കുകയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പിടിച്ച് അല്ലെങ്കിൽ അതിനെ എടുത്ത് നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റിൽ ഇടുന്നത് എന്നുള്ളൊരു രീതിയിൽ വെച്ചിരിക്കുന്നൊരു ഗെയിമാണ്. അപ്പം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സാധനത്തിൽ പിടിക്കുക, അതിനെടുത്ത് ബാസ്ക്കറ്റിലോട്ട് ഇടുക. അപ്പം നമുക്ക് 1000-ന് മുകളിൽ സ്കോർ വേണം കേട്ടോ. അപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു അത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും നമുക്ക് ആ സൈഡിൽ പോയിൻ്റ് കയറുന്നുണ്ട്, 30 പോയിൻ്റ് വെച്ചും ഓരോന്നിങ്ങനെ കയറി ഓരോ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നമ്മൾ കൂടുതൽ കൈ യൂസ് ചെയ്യാനും 2 കൈ യൂസ് ചെയ്തതാണെങ്കിൽ അത് പെട്ടെന്നാകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ ഉണ്ട് ഒരു സ്പിൻ ചെയ്യുന്ന ഒരു ചെയറാണ് കേട്ടോ. അപ്പം മഞ്ചേട്ടൻ പറഞ്ഞ് ഞാൻ ആദ്യം കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കയറി ഇരുന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പം ഇതിന് മുന്നേ ഒരു കൊച്ച് കയറിയിട്ട് കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പരീക്ഷണത്തിന് പോയില്ല കേട്ടോ, പെട്ടെന്ന് തല കറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മഞ്ചേട്ടൻ പറഞ്ഞു ഞാൻ പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് പുള്ളി പോയി കയറിയിരുന്ന് അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കയറി കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് തോന്നിയത് വേണ്ടായിരുന്നെന്നും തോന്നി കേട്ടോ. കാരണം അത് നന്നായിട്ട് കറക്കുവേ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ തല കറക്കി എടുക്കുവേ. ഞങ്ങളത് കണ്ടിട്ട് ഇരുന്ന് ചിരിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ആദ്യം വേണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കറക്കത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും കൂടെ പോയിരുന്ന് കളിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവരുടെ കളിയെല്ലാം കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം തൊട്ടപ്പുറത്തേക്ക് ചെന്നപ്പോൾ ഉണ്ട് അവിടെ നമ്മുടെ ഈ റോക്കറ്റിൻ്റെയൊക്കെ എൻജിൻ പോലെ ഒരു സാധനമേ. അപ്പോൾ റോക്കറ്റിൻ്റെ എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഒരു കൊച്ച് എനിക്ക് കാണിച്ചു തരുമായിരുന്നേ. അതൊരു മലയാളി കൊച്ചായിരുന്നു കേട്ടോ. അപ്പം അവളെനിക്ക് കാണിച്ചു തരുമോ ഇങ്ങനെയാണ് ആൻറ്റി ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ പിടിക്കുമായിരുന്നേ.
അപ്പം ആ റെഡ് കളറിൽ സ്വിച്ച് ഞെക്കി കഴിയുന്നിടത്ത് അത് ഓട്ടോമാറ്റിക് കുറച്ച് ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ടോടുകൂടി റോക്കറ്റിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നതാണ്. അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ എൻജിനോ അല്ലെങ്കിൽ റോക്കറ്റോ ഒന്നും നമ്മൾ നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ നമുക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കാണുന്ന ആകാശത്തിലേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ആദ്യക്കൂട്ടം വീണ്ടും ഓരോ സാധനങ്ങളിൽ ഞെക്കുക, അതിനകത്തുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കുക, ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നേ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞെക്കാനുള്ള സ്ഥലത്ത് മാത്രമേ അവന് ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം ഞങ്ങൾ സ്പേസ് മ്യൂസിയവും കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത സെഷനിലോട്ട് പോവുകയാണ്. അപ്പം ഇനി അടുത്തൊരു പാർട്ട് 2 കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.